എല്ലാ മാന്യപ്രേക്ഷകർക്കും ടോപ്പ് 5ന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ടോപ്പ് 5ൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ ഒരു മുഖമാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ശ്രീ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ വിശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു. പുള്ളിക്കാരൻ ദുബായിലാണ്. എന്താണ് ആളുടെ പേര്? ജെറിൻ ബാബുജി. ഓക്കെ. ദുബായിലെ ജുമൈറ ഹോട്ടൽസിൽ IT സപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ദുബായിലേക്ക് ഇനി പറക്കാൻ പോവുകയാണല്ലേ? ദുബായിലേക്ക് പറക്കാൻ പോവുകയാണ്. എവിടെയാണ് ആളുടെ വീട്? നാട്ടിലിവിടെ പത്തനംതിട്ടയാണ്. ഓക്കെ. കൈപ്പട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? അത് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ. എന്തായാലും ഇത്രയും തിരക്കിനിടയിൽ വന്നതിൽ ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയട്ടെ. അൽഫോൻസാമ എന്ന സീരിയലിന് ഒരു ഭയങ്കര ആരാധകരാണ്. അതിനുള്ള ഒരുപാട് ആരാധകർ. അൽഫോൻസാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെയധികം ആരാധിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് തുല്യം തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്, ആ കഥാപാത്രം ചെയ്തതല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ബേസിക്കലി ഞാനൊരു ക്രിസ്ത്യനായിട്ട് തന്നെ എനിക്ക് ഈ ക്യാരക്ടർ കിട്ടിയപ്പോൾ അൽഫോൻസാമയെ കുറിച്ച് എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഞാനിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ സെയിൻ്റ് ആക്കാൻ പോവുമായിരുന്നു. ഓക്കെ. ചെയ്തു തുടങ്ങിയപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഒരുപാട്, അതിൽ അമ്മയുടെ ജീവചരിത്രം അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് അമ്മയായിട്ട് തന്നെ ആൾക്കാർ, പ്രേക്ഷകരെല്ലാവരും അംഗീകരിച്ചു എന്നുള്ളതിലും ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഓക്കെ. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഒരു നല്ല ഗാനം കേട്ടിട്ടാവും. തീർച്ചയായും. മമ്മൂക്കയുടെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പുതിയ ഫിലിമിലെ ഒരു നല്ല ഗാനമാവട്ടെ ടോപ്പ് 5ൽ ആദ്യമായി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ, നുണതരി കലരാത്തൊരു കഥ പറയാ. അകലെയാണ് ഇവനുടെ കഥയിലെ നാട്, അവിടെയാണ് ഇവനുയരരുളിയ വീട്. ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ മൊഴി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവനു വഴി കാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവനു വഴി കാട്ട്. ഇവനില്ലേ അവകാശം കനവിന് വളമിടുവാൻ, അതിലെന്താണ് അപരാധം ഇതുപടി വഴി പറയാൻ. ഇവനില്ലേ അവകാശം കനവിന് വളമിടുവാൻ, അതിലെന്താണ് അപരാധം ഇതുപടി വഴി പറയാൻ. അനുദിനമലയും പല പല വഴിയേ നിലവിനു പിറകെ നടപടി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്. ഇവനൊരു വിധി എഴുതാൻ കടലാസും തികയില്ലേ തവഹിതമെഴുതി വിടാൻ. ഇനിയൊരു ദിവസം തലവര തെളിയേ കഥ വഴിതിരിയാ അന്നു ചൊല്ലും ഇവൻ ഇതിനൊരു മറുപടി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ, നുണതരി കലരാത്തൊരു കഥ പറയാ. അകലെയാണ് ഇവനുടെ കഥയിലെ നാട്, അവിടെയാണ് ഇവനുയരരുളിയ വീട്. ഈ
ഈരടിയായി പാടാം നായകന്റെ ചിരപരിചിതരുടെ സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. അശ്വതി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സാധാരണ ഈ ഹിന്ദുക്കൾക്കാണ് കൂടുതലും ഈ അശ്വതി എന്നുള്ള പേരിടുന്നത്. എന്താണ് ആ പേരിന്റെ രഹസ്യം? രഹസ്യമൊന്നുമില്ല. എൻ്റെ യഥാർത്ഥ പേര് വന്ന് പ്രസില്ല തോമസ് എന്നാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രസില്ല എന്നുള്ള ഒരു പേര് ആർക്കും അങ്ങോട്ട് വായിൽ പെട്ടെന്ന് വഴങ്ങുന്നില്ല. പ്രസില്ല നല്ല പേരല്ലേ? പ്രസില്ല എന്നുള്ളത് നല്ല പേരാണ്. എനിക്കത് വളരെ ഇഷ്ടമായ പേരാണ്. എൻ്റെ പപ്പയും മമ്മിയും വളരെ ഇഷ്ടത്തോടെ ഇട്ട പേരാണ്. പക്ഷെ ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് വായിൽ കിട്ടുന്നില്ല. ഓക്കെ. അങ്ങനെ വന്നപ്പോൾ ന്യൂമറോളജി വെച്ച് നോക്കിയപ്പോൾ അശ്വതി എന്നുള്ളൊരു പേര് എനിക്ക് സൂട്ടാവുന്നു എന്ന് തോന്നി. ഓക്കെ. ഈ പ്രസില്ല എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അതിപ്പോൾ ചില വാക്കിനൊക്കെ വളരെ ദൈവികമായിട്ടുള്ള അർത്ഥങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നല്ല നല്ല അർത്ഥങ്ങളുള്ള വാക്കുകൾ. ആക്ച്വലി ഇറ്റ് ഈസ് പ്രിസ്കില്ല. പ്രിസ്കില്ല ബൈബിളിലെ രാജകുമാരിയുടെ പേരാണ്. ഓക്കെ. രാജകുമാരി ഇങ്ങനെ വെച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാനും ഒരു രാജകുമാരിയാണ്, തീർച്ചയായിട്ടും പറയാലോ. അപ്പോൾ അതിന് പ്രിസ്കില്ല എന്ന് വിളിക്കുന്നതിലും ഭേദം അതിനൊന്ന് മോർഫ് ചെയ്തെടുത്ത് പ്രിസില്ലയാക്കി. അങ്ങനെയാണ് ആ പേരിനേക്കാളും കുറച്ചുകൂടെ സ്യൂട്ട് ന്യൂമറോളജി പ്രകാരം അശ്വതിയാണ്. അപ്പൊ അശ്വതി ആ പേര് വന്നതുകൊണ്ട് എന്തെങ്കിലും കൂടുതലായി ബെനിഫിറ്റുകളോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ചോ എന്തെങ്കിലും? തീർച്ചയായിട്ടും. അശ്വതി അൽഫോൻസാമ എന്ന് പറഞ്ഞല്ലേ പറയുന്നുള്ളൂ. അശ്വതി എന്നറിയപ്പെടാനാണോ ഇഷ്ടം, അൽഫോൻസാമ എന്നറിയപ്പെടാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണോ? ഓക്കെ. കാണാക്കുയിൽ എന്ന സീരിയലിലൂടെയാണ് ആദ്യം ഈ ഫീൽഡിലേക്ക് എൻട്രി ആവുന്നത് അല്ലേ? അല്ല. പിന്നെ ഏതാണ്? ഞാൻ ഏഷ്യാനെറ്റിലെ തന്നെ തകതിമിയിലൂടെയാണ്. ഒരു നർത്തകി കൂടിയാണ് എന്ന് പറയാം. തകതിമിയില് ശരിക്കും അതൊരു ഡാൻസ് കോമ്പറ്റീഷൻ ആണ്. ഡാൻസ് കോമ്പറ്റീഷൻ. അപ്പൊ ഏഷ്യനെറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ. തീർച്ചയായിട്ടും. തകതിമിയിൽ തന്നെ പാർട്ടിസിപ്പന്റ് ആയിട്ടുണ്ടായിരുന്ന അഖില ഇപ്പൊ കാരിസൻ എന്ന് പറഞ്ഞ ഫിലിമില് നായികയായിട്ട് വന്നിട്ടുണ്ട്. ഏഷ്യനെറ്റിലെ തന്നെ ആങ്കർ കൂടെയാണ്. അപ്പൊ കാരിസനിലെ ഒരു നല്ല പാട്ടായാലോ അടുത്തത്? കാണാം. അപ്പൊ ടോപ്പ് 5 അടുത്തതായി കാരിസനിലെ ഒരു നല്ല കാലം. വർഷം നിറഞ്ഞ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളോടും പേരക്കുട്ടികളോടും ഒപ്പം നീയും നിന്റെ കുടുംബവും വന്നപ്പോഴാണ് എൻ്റെ സത്യത്തിൽ പൂർണ്ണത വന്നത്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരിൽ ഇവിടെ മതിലിൽ ഇവിടെ ഒന്നാണെല്ലാരും. തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. മാനസങ്ങളൊന്നു ചേർന്നൊരു പൊൻവീട്, ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്. അൽഫോൻസാമ എന്ന സീരിയൽ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന റെസ്പോൺസ്, കാരണം ഞാൻ ചോദിക്കാൻ കാരണം പണ്ട് മഹാഭാരതം എന്ന് പറഞ്ഞ സീരിയലിൽ നിതീഷ് ഭരദ്വാജ് എന്ന് പറഞ്ഞ ആളാണ് ശ്രീകൃഷ്ണൻ്റെ ക്യാരക്ടറിൽ. അദ്ദേഹം നടക്കുന്ന വഴിയിലെ മണ്ണ്
അദ്ദേഹത്തിൻ്റെ കാല് ചവിട്ടുന്ന സ്ഥലത്തൊക്കെ മണ്ണ് കൊണ്ടുപോയി പൂജിക്കുന്നു ആൾക്കാരെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അന്ന്. അതുപോലെ എന്തെങ്കിലും ഒരു എന്താ ആരാധന, തീർച്ചയായിട്ടും ആരാധന തോന്നാം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടായിട്ടുണ്ട്. കാരണം അൽഫോൻസാമ്മ ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ ആദ്യം പോയത്. അവിടെ പോയി ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ആരും മനസ്സിലാക്കുന്നത് പോലെ എനിക്ക് തോന്നിയില്ല, ഭയങ്കര ചമ്മലായി പോയി. അതിനുശേഷം ഞാൻ പള്ളിയുടെ ഉള്ളിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു ഫാമിലി എന്നെ കണ്ടിട്ട് പെട്ടെന്ന് ഓടി വന്നു ചോദിച്ചു, അൽഫോൻസാമ്മയായിട്ട് ചെയ്യുന്നത് മോളാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേ എന്നൊന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും അവരൊരു ബസ് നിറച്ചൊരു ഫാമിലിയാണ് വന്നിരുന്നത്. അവരെല്ലാവരും വന്ന് ശരിക്കും അവർ അൽഫോൻസാമ്മ ടോമ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു ഇതിലായിരുന്നു എന്നെ നോക്കിയിരുന്നത്. പിന്നെ ആ ഒരു അമ്മച്ചി എൻ്റെ മുമ്പിൽ വന്നൊന്ന് കൊന്ത ജപിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ ഒരു വിധത്തിൽ ഇറങ്ങി ടോമ്പിൻ്റെ അവിടേക്ക് കയറി പോകാൻ നേരത്ത് കുറേ കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് തലയിൽ കൈ വെച്ചിട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ കുറേ മാതാപിതാക്കൾ വന്ന് അവരുടെ കുട്ടികളെ എൻ്റെ കയ്യിൽ തന്നു. ഭാഗ്യമായിട്ടോ ഇങ്ങനെയൊക്കെ? സത്യം, തീർച്ചയായിട്ടും അതെൻ്റെ ഒരു ഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. അതുപോലെ അവിടുത്തെ ഭരണങ്ങാനം പള്ളിയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഒരുപാടുണ്ട്. അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അശ്വതിയല്ല, പ്രിസിലല്ല, ആരുമല്ല. ഞാൻ അവിടുത്തെ അന്നക്കുട്ടിയാണ്. അന്നക്കുട്ടിയല്ല, അൽഫോൻസാമ്മയാണ് അവർക്ക്. അവർ ഭയങ്കര നല്ല റെസ്പോൺസ് അവരെല്ലാവരും. ഓക്കെ, എന്തായാലും ഞാനിതൊക്കെ കേട്ട് എനിക്ക് ഓൾറെഡി എൻ്റെ സുഹൃത്താണ് എങ്കിലും എനിക്കൊരു ആരാധന ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു ആരാധന തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു നല്ല സോങ് അടുത്തതായി കാണാം. ഫോർ ഫ്രണ്ട്സ് എന്ന പുതിയ ചിത്രത്തിലെ ഒരു നല്ല ഗാനമാവട്ടെ ടോപ്പ് 5-ൽ അടുത്തതായി. ഒരു നാളെന്നൊരു നാൾ നാം കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂടുകില്ലേ, ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി തിരിയല്ലേ, ഒരു നാളെന്നൊരു നാൾ നാം കൂട്ടിയില്ലേ, പല നാൾ ഇനി പല നാൾ നാം കൂടുകില്ലേ, ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി പിരിയല്ലേ. പുതുവിണ്ണിൽ പൂത്ത മഴവില്ലേ, ഈ മണ്ണിൽ വന്നു വിരിയില്ലേ, നിന്റെ കണ്ണിൽ കണ്ട നിറമേഴും ഞങ്ങൾക്കുള്ളിൽ കൊണ്ടു തരുകില്ലേ, പകൽ വീട്ടിലും മുകിൽമേട്ടിലും പദയാത്രയിൽ പലരല്ല സ്നേഹങ്ങളിൽ സഹനങ്ങളിൽ ഹൃദയങ്ങളാൽ ഒന്നായിരാം, എല്ലാം മറന്നു പാടാം നമുക്കും ഒരു ജീവിതഗാനം, ഒരു നാൾ അന്നൊരു നാൾ നാം കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂടുകില്ലേ. അൽഫോൻസാമ്മയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് അമ്മയുടെ കൂടെ ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പോഴും ഭരണങ്ങാനത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? അൽഫോൻസാമ്മയുടെ ഉറ്റ സുഹൃത്തായിരുന്ന ലക്ഷ്മിക്കുട്ടി അമ്മയെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ പോണമെന്ന് കരുതിയിരുന്ന ആ സമയത്താണ് ഞാൻ അറിഞ്ഞത് ലക്ഷ്മിക്കുട്ടി അമ്മ മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അതൊരുപാട് എനിക്ക് സങ്കടം ഉണ്ടായി. ഇപ്പോൾ അവസാനമായിട്ട് ജീവിച്ചിരിക്കുന്ന മേരി അമ്മ അന്ന് കൂടെ വേലക്കാരിയായിട്ട് ലാസ്റ്റ് കൂടെ ഉണ്ടായിരുന്ന ആള്. ഓക്കെ, അപ്പോൾ അമ്മച്ചി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പോയിട്ടുണ്ടോ അവിടെ? ഇല്ല, ഇപ്പോൾ ഇനി ഞാനും ഹസ്ബൻഡും കൂടെ പോവാന്ന് കരുതിയിരിക്കുകയാണ്. ഓക്കെ, എത്രയും വേഗം തന്നെ അത് സാധിക്കട്ടെ. ഇപ്പോൾ പഠിത്തമൊക്കെ എവിടെ വരെയായി? അതാദ്യം ചോദിക്കട്ടെ. പഠിത്തമൊക്കെ ഒരുവിധം ഇങ്ങനെ നടന്നു പോകുന്നു. കോളേജിൽ എനിക്ക് പോകാനുള്ള